കൊച്ചി ബ്രോഡ്വേയിൽ വൻ തീപിടുത്തമുണ്ടായി. 12ഓളം കടകളാണ് കത്തി നശിച്ചത്. ഫാൻസി കളിപ്പാട്ട കടകൾക്കാണ് തീപിടിച്ചത്. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ തീ അണച്ചു. തീ പടർന്നത് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നാണെന്നാണ് സംശയം. ഡാനി പോൾ ചേരുന്നു. ഡാനി, വലിയ ആശങ്കയായിരുന്നു തുടക്കത്തിൽ, പക്ഷേ ഇപ്പോൾ തീ അണയ്ക്കുന്ന സാഹചര്യം, സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചയോടുകൂടിയാണ് ബ്രോഡ്വേയിൽ ഈ ഭാഗത്ത് ശ്രീധർ തിയേറ്ററോട് ചേർന്നുള്ള ഈ ഭാഗത്ത് കൂടുതലും ഫാൻസി സ്റ്റോഴ്സുകളുടെ ഭാഗത്ത് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മുകളിലും താഴെയുമായി പ്രവർത്തിക്കുന്ന കടകൾക്കാണ് കൂടുതലും നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ ഭാഗത്തുണ്ടായിരുന്ന 2 കടകൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ കത്തി നശിച്ചു. ഉത്സവ സീസണായിരുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ചുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്കും കാര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ നഷ്ടം വലുതാണ്. വലിയ രീതിയിലുള്ള ഒരു നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് തീ പടർന്നത് അല്ലെങ്കിൽ തീ പിടിച്ചത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ പരിശോധനകൾ വേണമെന്നാണ് പോലീസും അഗ്നിരക്ഷാസേനയും അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് പൊതുവിൽ വേസ്റ്റ്, ഇതിന്റെ ഒരു പ്ലാസ്റ്റിക് വേസ്റ്റുകളും മറ്റു മാലിന്യങ്ങളും കൂട്ടിയിടുന്ന ഒരു പതിവ് ചിലപ്പോഴെങ്കിലും അത് തീ കത്തിക്കുന്ന രീതിയെല്ലാം ഉണ്ടായതായിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരമൊരു സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നതാണ് അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. കൂടുതൽ പരിശോധനകൾ ഇക്കാര്യത്തിൽ വേണമെന്നതാണ് അവരുടെ ഒരു നിലപാട്. ബ്രോഡ്വേ ഭാഗത്ത് തീപിടുത്തമുണ്ടാകുന്നത് ഇതിനു മുൻപും പല തവണയും തന്നെ ബ്രോഡ്വേ കേന്ദ്രീകരിച്ചുകൊണ്ട് പലപ്പോഴും തീപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലേക്ക് അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ മറ്റു രീതികളിലേക്ക്, ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലേക്ക് മാത്രം ഇത് ഒതുങ്ങി നിന്നു എന്നത് മാത്രമാണ് ഭാഗ്യവും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഫയർഫോഴ്സിന്റെ കഠിന പരിശ്രമവും എല്ലാം കൊണ്ട് തന്നെയാണ് ഈ രീതിയിലേക്ക് അവസാനിക്കുന്നത്. ഇപ്പോൾ വസ്തുക്കൾ കത്തി നശിച്ചു. ജില്ലാ കളക്ടർ അവിടെ എത്തി സ്ഥലം സന്ദർശിച്ച് മടങ്ങുകയാണ്. ബ്രോഡ്വേയിൽ വലിയ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. ഡാന്, കളക്ടർ എത്തി നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നു. വ്യാപാരികൾക്ക് മിഡ്നൈറ്റ് 1:30 ഇൻഫർമേഷൻ കിട്ടിയത്. അത് പ്രകാരം ഒരു 8 ഫയർ ടെൻഡേഴ്സ് ഇവിടെ വന്നിരുന്നു. ഒരു 2:30, 3 o'clock വരെ ഫയർ ആൻഡ് റെസ്ക്യൂയുടെ ടീം ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ ഏബിൾ ടു സക്സസ്ഫുള്ളി കൺട്രോൾ ദ ഫയർ. പേഴ്സൺക്കൊന്നും ആയിട്ടില്ല, പക്ഷേ കുറെ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. So we'll have a meeting today and ഇന്ന നാളേലി ആൻഡ് വാട്ട് പ്രിവെൻഷൻ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. മാത്തേർ ബസാറിൽ ഇങ്ങനെ നമ്മൾ ഇനിഷ്യേറ്റീവ് എടുത്തിരുന്നു. സബ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു ടീം പോയിട്ട് പരിശോധിച്ചിരുന്നു. സബ് കളക്ടർ ആൻഡ് കോർപ്പറേഷൻ ഒഫീഷ്യൽസ്, പിന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ആൻഡ് ഫയർ ആൻഡ് റെസ്ക്യൂ കമ്പൈൻഡ് ആയിട്ട് ജോയിന്റ് ഇൻസ്പെക്ഷൻ നടത്തി കുറെ സജഷൻസ് അവർക്ക് പറഞ്ഞിരുന്നു. പക്ഷേ അവർ പാലിച്ചിട്ടില്ലായിരുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ DDMA ആക്ട് 33 പ്രകാരം നമ്മൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തു കോർപ്പറേഷൻ സെക്രട്ടറിനെ ദ ടേക്ക് ആക്ഷൻ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കടകൾക്കെതിരെ മേത്തർ സ്ട്രീറ്റിൽ. സോ വി വിൽ സി വാട്ട് ഒരു ജോയിന്റ് ടീം വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് വാട്ട് പ്രിവെന്റീവ് ആക്ഷൻസ് എടുക്കാൻ പറ്റും അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇല്ല. വി നീഡ് ടു നോ എങ്ങനെ ഫയർ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ബട്ട് വി വിൽ സെൻഡ് എ ടീം ആൻഡ് ടീമിനെ അയച്ചിട്ട് എങ്ങനെ ഇത് സംഭവിച്ചു, വാട്ട് പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ക്യാൻ ബി ടേക്കൻ എന്ന് നമുക്ക് നോക്കാം. അതെ, തീർച്ചയായിട്ടും. ഡാനി ഇപ്പോൾ ഉണ്ട്. ഡാനി, കളക്ടർ അവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തി മടങ്ങുകയാണ്. വ്യാപാരികൾ എന്താണ് ബോധിപ്പിച്ചത്? നാശനഷ്ടങ്ങൾ ഒരുപാട് സംഭവിച്ചു, നഷ്ടപരിഹാരം വേണം. എന്താണ് ഈ സംഭവത്തിന് ഇടയാക്കിയത് എന്ന കാര്യത്തിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ? രഞ്ജിത്ത്, ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഇപ്പോൾ ഇത് സ്ഥലം സന്ദർശിച്ച പ്രാഥമികമായ ഒരു വിലയിരുത്തൽ, കാരണം അവർ സംസാരിച്ചാൽ അവർക്ക് ഒരു പ്രൈമറി റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും അത്തരം കാര്യങ്ങൾ കൂടുതൽ വിശകലനം ആവശ്യമാണ്. ഇന്ന് ഒരു മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേരുന്നുണ്ട്. യോഗം ചേരുന്നതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും പോലീസും അടക്കം നൽകുന്നുണ്ട്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് അടക്കം അവർ പറഞ്ഞതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം മേത്തർ ബസാർ, ഇതിന് തൊട്ടപ്പുറത്തുള്ള മേത്തർ ബസാർ നമ്മൾ ക്രിസ്തുമസിനും എല്ലാം തന്നെ വലിയ രീതിയിലുള്ളൊരു തിരക്കെല്ലാം അനുഭവപ്പെടുന്നതാണ്. അവിടെ കൃത്യമായ രീതിയിലുള്ളൊരു പ്രോട്ടോകോൾ, ഒരു ഫയർ പ്രോട്ടോകോൾ അടക്കമുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ അത് പാലിച്ചിട്ടില്ല എന്ന് അത് ആദ്യഘട്ടത്തിൽ കണ്ടെത്തി അവർക്ക് നോട്ടീസ് നൽകുന്നത് അടക്കമുള്ള ഒരു നടപടികൾ ഉണ്ടായിരുന്നു എന്നത് അവർ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിൽ ഉള്ളൊരു സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തേണ്ടതുണ്ട്. കാരണം ഇതിൽ തീ
തീപിടുത്തമുണ്ടാകുമ്പോൾ അതിൽ പ്രതിരോധ മാർഗങ്ങൾ അടക്കം സ്വീകരിക്കണം. അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതെയുള്ള മുൻകരുതലുകൾ അടക്കം സ്വീകരിക്കേണ്ടതുണ്ട്. അവിടെ മെത്തർ സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള മെത്തർ സ്ട്രീറ്റിൽ അത് തുടക്കത്തിൽ ഉണ്ടായിരുന്നില്ല. അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഇവിടെ അത്തരം കാര്യങ്ങളോ വീഴ്ചകളോ ഉണ്ടായിട്ടുണ്ടോ എന്ന് അതും പരിശോധിക്കും. നഷ്ടപരിഹാരം എന്നതിനൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി ചേർത്ത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള സാധനങ്ങളും മറ്റും ഇവിടെ സ്റ്റോക്ക് ചെയ്തിരുന്നു, വലിയൊരു യാർഡ് പോലെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ തീപിടുത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്ന് വന്നാലും അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അവർ പരിശോധിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഗുരുതര സ്വഭാവമുള്ള രീതിയിൽ തന്നെയാണ് ഈ സംഭവത്തെയും കാണുന്നതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് നഗരമധ്യത്തിന് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെയാണ് ഈ രീതിയിൽ തീപിടുത്തമുണ്ടായത്. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം മറ്റും ഒഴിവായത്. വലിയ രീതിയിലേക്കുള്ള തീപിടുത്തം ആകേണ്ടതാണ്. അഗ്നിരക്ഷാസേനയുടെ 8ഓളം യൂണിറ്റുകൾ ഇവിടെ നിരന്തരം കഠിനാധ്വാനം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ ഈ രീതിയിലെങ്കിലും ഇങ്ങനെ ഒഴിവാക്കാനായിട്ട് വലിയ ദുരന്തം ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതുകൊണ്ട് മുൻകരുതൽ സംവിധാനങ്ങളടക്കം വ്യാപാരികളുടെ അടക്കമുള്ള ഭാഗത്തു നിന്ന് അത്തരം പ്രോട്ടോകോൾ പ്രകാരം എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നതുകൂടി പരിശോധിക്കുമെന്നാണ് ജില്ലാ കളക്ടർ പറഞ്ഞത്. ഇന്ന് വിശദമായ റിപ്പോർട്ട് ലഭിക്കും. അതിനുശേഷം കൂടുതൽ വ്യക്തമാക്കുമെന്ന് അവർ പറയുകയുണ്ടായി. രഞ്ജിത്ത, ജില്ലാ കളക്ടർ അവിടെ എത്തി സന്ദർശനം നടത്തി മടങ്ങി നാശനഷ്ടങ്ങൾ വിലയിരുത്തി എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. അതനുസരിച്ചാകും ഇനി ജില്ലാ ഭരണകൂടത്തിൻ്റെ തുടർ നടപടികൾ. നമുക്കറിയാം, ഏറെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് കൊച്ചിയിലെ ബ്രോഡ്വേ എന്ന് പറയുന്നത്. അവിടെ തീപിടുത്തമുണ്ടാകുന്നു എന്നുള്ളത് ഗൗരവതരമായ കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള വിലയിരുത്തലാണ് കളക്ടറും നടത്തിയത്. ഡാനി പോളാണ് വിവരങ്ങൾ പങ്കുവച്ചത്.